ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫെയർ ആൻഡ് ലവ്ലി, നിങ്ങളുടെ ഈവനിങ്ങുകൾ നിങ്ങളുടെ മുഖം കഴുകി വൃത്തിയാക്കുവാൻ ഫെയർ ആൻഡ് ഹാൻസം ഒരുക്കുന്ന ഫെയർ ആൻഡ് ഇക്കുസാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു my YouTube channel. So it's been a while, it's been so long since we met guys. അപ്പം അപ്പം നമ്മൾ നിങ്ങളെ കണ്ടിട്ടും നിങ്ങൾ നമ്മളെ കണ്ടിട്ടും നമ്മൾ തമ്മിൽ കണ്ടിട്ടും എല്ലാം ഒരുപാടായി എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിന് ശേഷം, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിന് ശേഷം ഞങ്ങളുടെ വീടെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഭവനത്തിൽ തിരിച്ചെത്തിച്ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാ, സോ ഹാപ്പി. സോ കാരണം നമ്മൾ ലോകത്തിൽ എവിടെയൊക്കെ പോയി നിന്നാലും, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയാലും, ഏതൊക്കെ ഹോട്ടലുകളിൽ പോയാലും, 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും 4 സ്റ്റാർ ഹോട്ടലിൽ പോയാലും റിസോർട്ടിൽ പോയാലും മുത്തമണിയേ അതോ അതിന് പേടിപ്പിച്ചുട്ടാ. അപ്പം അങ്ങനെ എവിടെ പോവുകയാണെങ്കിലും അവനവൻ്റെ വീട്ടിലെ ആ ഒരു ഒറ്റ സെൻറ്റ് റൂമിൽ കിടക്കുമ്പോൾ വന്ന് രാത്രി കടന്നുറങ്ങി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് കടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം അത് എവിടെ നിന്നും നമുക്ക് വേറെ കിട്ടൂല എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. സോ നമ്മുടെ കൂടെ ഇന്ന് ഇത്രയും ദിവസം എൻ്റെ വരവിന് കാതോർത്ത് എന്നെ വെയിറ്റ് ചെയ്ത എൻ്റെ സന്തത സഹചാരിയും എൻ്റെ വഴികാട്ടിയും വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എടവണ്ണപ്പാറ മണ്ഡലത്തിൻ്റെ സന്തത സഹചാരിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ഇക്കു അവർകൾ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പൊന്നാനിയിൽ നിന്നും എൻ്റെ വരവിന് കാതോർത്ത് ഇത്രയും ദിവസം എൻ്റെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലും എന്നെ കാണണമെന്ന ആഗ്രഹത്തോടെ കോഴിക്കോട് അങ്ങനെ നിന്ന് കാണാൻ വരാതെ അവസാനം സെപ്റ്റംബർ 12 കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ സെപ്റ്റംബർ 12 എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞത്. അപ്പം അതിന് ശേഷമോ അതിന് മുമ്പോ പാവം പാത്തൂനിനെ കാണാൻ പറ്റിയില്ല കേട്ടാ. അപ്പം ഇന്ന് എത്ര ഡേറ്റ്? ഒക്ടോബർ 15 ഒക്ടോബർ 15 1.5 മാസത്തിന് ശേഷം പാവം പാത്തു എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഐ ആം സോ ഹാപ്പി. സോ പാത്തുവിനെ പോലെയുള്ള കൂട്ടുകാരാണ് എൻ്റെ ജീവിതം മനോഹരമാക്കുന്നത്. അപ്പോൾ പൊന്നാനിയിൽ നിന്നും പാത്തു വന്നിട്ടുണ്ട്. പാത്തുവിൻ്റെ കൂട്ടുകാരത്തി ഹിസാനയും വന്നിട്ടുണ്ട്. ഹിസാന മൈലാഞ്ചി ആർട്ടിസ്റ്റാണ്, ഹന്ന ആർട്ടിസ്റ്റ് ആണ്. പാത്തുവിൻ്റെ മേക്കപ്പ് പരിപാടികളിലൊക്കെ പാത്തുവിനെ സഹായ സഹകരണങ്ങൾ നൽകി. പാത്തു മേക്കപ്പ് ഇടും, ഓള് മൈലാഞ്ചി ഇടും, ഓള് മൈലാഞ്ചി ഇടും, പാത്തു മേക്കപ്പ് ഇടും. പിന്നെ ഇടൂലേ? പിന്നെ ജിമ്മിയുടെ വ്ളോഗിൻ്റെ നിറസാന്നിധ്യം, നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ സന്തത സഹചാരിയും കൂട്ടുകാരിയും 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്തിൽ നിൽക്കുന്ന നമ്മുടെ സ്വന്തം സുന്ദരിയും, സുന്ദരിയാണ്. നമ്മളെ NSSൻ്റെ അവിടെ എന്താ പറയുക? ചക്കാലക്കുത്ത് ഏരിയയിലെ ലിറ്റിൽ സ്റ്റാർ ആൻഡ് സൂപ്പർ സ്റ്റാർ ആൻഡ് ഹെവി സ്റ്റാർ നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് ഉച്ച മുതൽ നമ്മളെ കൂടെയാണ് ഡേ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2-ാം വയസ്സിൽ ആരോടും അങ്ങനെ കമ്പനിയും കാര്യങ്ങളും ബന്ധങ്ങളൊന്നും വെച്ചിരുന്നില്ല. നമ്മളൊക്കെ കണ്ടാൽ പേരൻ്റെ ഉള്ളിൽ ഓടി പോലായിരുന്നു. പക്ഷേ 3-ാം വയസ്സായപ്പോൾ തുടങ്ങി ഈ ഒരു ഇളക്കം, ചെറുതല്ലാത്ത ഇളക്കമാണ് അല്ലേ? അപ്പം പറഞ്ഞ വലിയൊരു കാര്യമാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ നീക്കുമ്പോൾ എന്താവും? രാവിലെ ആവും അല്ല പറഞ്ഞപ്പോ. അപ്പം അങ്ങനത്തെ തത്വങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ജിംഷാന്റെ പെങ്ങളെ കുട്ടി ഇവിടെ വന്നിട്ടുള്ളത്. എത്ര ക്ലാസ്സിലാണ്? 5. ലേസിന്റെ പൈസ അല്ല ചോദിച്ചത്, എൻ്റെ വയസ്സാണ് ചോദിച്ചത്. എത്ര ക്ലാസ്സിലാണ്? എത്രയില്ല? 3. അല്ല, ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഏനപ്പോയ സ്കൂളാ? പ്ലേ സ്കൂള്. ഓക്കെ. പ്രാർത്ഥന ഒന്ന് നമ്മൾ വ്ളോഗ് തുടങ്ങണം. അപ്പൊ പ്രാർത്ഥന സ്കൂളിൽ എങ്ങനെ പ്രാർത്ഥിക്കുക ടീച്ചർമാര്? പ്രാർത്ഥന പ്രാർത്ഥനയല്ലോ ഇവിടെ. ദൈവമേ ദീപാദപൂജ ചെയ്തിടുവാനിക്കുന്നു എന്നും മാറിയാതെ തോമേ അമ്മച്ചവനു സമയന നമസ്തേ ടീച്ചർ. നമസ്തേ ടീച്ചർ കഴിഞ്ഞിരുന്നു. ഇതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വിടാണോ പ്ലേ സ്കൂളിന്? ഉള്ളു ഒന്നുകൂടി പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞത്? ദൈവമേ കൈത്തോയാം കേൾക്കുമാറാവണം അതല്ലേ? ദൈവമേ പാദപൂജ.
ചോറിനുമ്പോ എങ്ങനെ ഇരിക്കണ്ടേ? ഇങ്ങനെ ആ അപ്പൊ ചെറിയ കുട്ടികളൊക്കെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പഠിക്കുക. നമ്മളെ യാറിന്റെ അടുത്ത് നിന്ന് പഠിക്കണം. ചോറ് കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കണ്ടേ? അറിയില്ല ഇങ്ങനെ. ഇപ്പൊ നമ്മളെ മുന്നിൽ സദ്യ ഉണ്ട്. സാധ്യല്ലേ അപ്പൊ നമ്മളെങ്ങനെ ഇരിക്കണം? ഇങ്ങനെ ഇരിക്കണം. അല്ലെ അപ്പുറത്ത് അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണോ ഫിയ? നമ്മളെന്താ ചെയ്യാൻ പോണേ എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ വന്നിട്ട് പിന്നെ നേരെ ചായ അടിച്ചാൽ വന്ന് സ്കൂളിൽ പോയിരുന്നോ? പിന്നെ പോയിരുന്നു. പിന്നെ പൗതിക്കന്ന് ബ്ലഡ് ഡൊണേഷൻ, എങ്ങോട്ടാ പോയത്? ചോര രക്തദാനം. എവിടെ സ്കൂളിലായിരുന്നു? ഇവിടെ പാലാട്. പാലാട് സ്കൂളിന്റെ പ്രത്യേകത? പാലാട് നമ്മളെ ഹെന്നന്റെ സ്വന്തം നമ്മളെ കസിന്റെ സ്കൂളാണ്. പിന്നെ പാലാടാണ് ആ സ്കൂളുള്ളത്. പിന്നെ അതിന്റെ ചുറ്റും സ്കൂളുകളൊന്നുമില്ല. ഗേൾസ് സ്കൂളാണ്. ഇന്ന് രാവിലെ 11:30 എൻ്റെ ഒരു മിസ് കോൾ കേട്ടോ. അതിലെ വിളിച്ചിട്ട് തിരിച്ച് എന്താ ഫീ വിളിച്ച്? ഇല്ല ഒന്നുമില്ല, ഞാനേ അനുവിന് ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോന്ന് പറയാനാ. അപ്പം ഞാൻ ബ്ലഡ് കൊടുക്കാൻ താല്പര്യമുണ്ട്. പാപ്പ എൻ്റെ സ്കൂളിൽ ഇപ്പോഴത്തെ ബ്ലഡ് കൊടുത്തില്ലേ? അല്ല എൻ്റെ സ്കൂളല്ല, ഞാൻ പാലാട് സ്കൂളിൽ ബ്ലഡ് കൊടുക്കുകയാണ്. ഓ ഇതല്ല ചോര മൊത്തേ ദാനം ചെയ്ത് കഴിച്ചോ? ബ്ലഡ് കൊടുത്താലെന്താ ഗേൾസ് സ്കൂളിലല്ലേ ഇത്? പാലാട് സ്കൂളിൽ അഫിയേ സാധാ സ്ഥലത്ത് ബ്ലഡ് കൊടുക്കുക എങ്ങനെയാ അറിയോ? പാലാട് സ്കൂളിൽ എങ്ങനെയാ ബ്ലഡ് കൊടുത്തറിയോ? ഭീമനെ കൂടെ ചോര എടുക്കടാ, കുത്തിക്കോ, കുത്തി നോക്കടാ. ഇതിന്റെ ഇവിടെ റോസ് കളറായി കണ്ട ഓട്ടയ്ക്കാണ്. ഓടെ എന്താ KSRTC കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ KSBTC. EMO ഗേൾസ് HSS പാലാട്. എന്നെ വിളിച്ചോണ്ട് പോയതാണ്. EMO ഗേൾസ് HSS പാലാട്. അന്നെ വിളിച്ചിട്ട് ഇജ്ജ് പോയി. ഇന്നെന്തിനാ വിളിച്ചിനെ? എന്നോട് ഉണ്ടോ ചോദിച്ചാൽ അന്നൊരു ദിവസം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. അസുഖമായി. ഇപ്പോഴും അസുഖം. എന്റെ മൂക്ക് മെഡിസിൻ എങ്ങാനും വന്നാൽ ഇത്ര ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ കുറച്ച് രക്തം കിട്ടുമല്ലോ ആ സ്കൂളിന്. ഓട്ടെ, ആ സ്കൂളിനല്ല, നമ്മളെ നാടിന്റെ വികസനത്തിന് ഒരു രോഗി എന്റെ രക്തം കൊണ്ട് അല്ല അങ്ങനെയല്ലേ രോഗിക്കല്ലേ കൊടുക്കുക, ഒരു രക്തം കൊണ്ട് ജീവിക്കട്ടെ. നീലിക്കൊന്നല്ലേ കൊടുക്കതേ, രോഗിക്ക് തന്നെ കൊടുക്കുക. ജീവിക്കട്ടെ ഒരു ഉന്മേഷത്തോടെ. യാറാ അപ്പം നമ്മുടെ കൂടെ നമ്മളിപ്പോൾ കടന്നു വന്ന് നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനും കൂറ്റമ്പാറ എന്ന നാട് ഇപ്പൊ കറൻലി നമ്മളൊക്കെ വീട്ടിൽ മാറി നിൽക്കുമ്പോൾ നാട് അറിയപ്പെടുന്നതും നമ്മുടെ റിച്ചുവിന്റെ പേരിലാണ്. അപ്പൊ റിച്ചു, നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മളിപ്പം 3 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവാണ് ചാനൽ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗാനം. എന്താണ് മറന്നോ? ഏതൊരു അറിയണ പാടിയത്? അറിയുന്നത് ശരിയാ, നീ കേട്ടത് ശരിയാ, കാടളക്കി വരുന്ന കൊമ്പനെ തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിളച്ചത് നാളെ നാട്ടില് പെരിയാ, നീ കേട്ടത് ശരിയാ, കാലം മാറിന് വേറിന് പാതകൾ ശരിയാ, ശരിയാ ശരിയാ ശരിയെന്നെ വെട്ടിക്കുട്ടിക്കത്തിലൊക്കെ ശരിയെന്നെ വെറന്നെ വെടക്കായ ചെക്കന്മാർ കാര്യമില്ല, ചിന്തിച്ചാലും വഞ്ചിച്ചാലും തീരുമാനം വിധി കണ്ട് മച്ചിപ്പറിക്കാൻ കേട്ടതാ ശരിയാ, നീ കേട്ടത് ശരിയാ, കാടിളക്കി വരണ കൊമ്പനെ തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, അതാ വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിലെ പെരിയാൾ, നീ കേട്ടത് ശരിയാ. ആ മറ്റേ ജീപ്പിന്റെ മുന്നിൽ കയറിയാണ്ട് മതി പാട്ടു ബാബാ. ഉമ്മച്ചിയല്ലോ ഉമ്മച്ചിയെ തട്ടം. അപ്പം രാവിലെ നമ്മൾ ആയിഷമാത്താനൊക്കെ വെച്ചിട്ട് വ്ളോഗ് എടുക്കണം എന്നാണ് കരുതിയത്. പക്ഷെങ്കിൽ ആയിഷമാത്ത
കുറച്ച് കഴിഞ്ഞപ്പോൾ ആഴ്ചമൊത്തം ഉച്ചയാകുമ്പോൾ പോകും. നമ്മൾ വന്ന് കടന്ന് നല്ല ലേറ്റായിട്ട് കടന്ന് എണീച്ചതും ഇതൊക്കെ പിന്നെ ആഴ്ചമാത്ത പോയിക്കണം. അതാണ് ഈവനിങ് വ്ളോഗാക്കിയത്. സോ ഒരുപാട് ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്ന വീടാണ്. എടാ അഫിയ സിദിനെ വിളിച്ചോട്. ആ എല്ലാവരും വിളിച്ചോ? നോ പ്രോബ്ലം. ആർക്കൊക്കെ വരാൻ പറ്റുമോ വിളിച്ചോ. ഒന്നായിട്ട് എല്ലാവരും ഉണ്ടോ? കുറേ ആളുണ്ടോ? ചിക്കൻ്റെ പീസ് കൊടുത്തിട്ടുണ്ടോ? ആ യു ക്യാൻ കോൾ, നോ പ്രോബ്ലം. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പം നമുക്ക് ആവശ്യമായ ചിക്കൻ മമ്മൂട്ടിയാക്കാൻ്റെ കടയിൽ നിന്നും നമ്മൾ വാങ്ങിയ ചിക്കൻ റെഡിയാണ് ഇവിടെ. ശരിയാ ഉണ്ടാക്കല്ലമ്മ? മറ്റേ ഗ്രില്ലോ ഒറ്റ ഗ്രില്ലുള്ളൂ? രണ്ട് ആസ്പെറ്റോസിന്റെ കമ്പിയോ? അതിൽ എത്ര പീസുള്ളൂ തത്സമയം? ഗ്രില്ലുണ്ടോ? അത് കൊണ്ടുവരണോ? 2 ഗ്രില്ല് വേണോ? ആ അത്ര എളുപ്പം. ആ നമുക്ക് ഒരേ സമയം 2 അടുപ്പമല്ലേ മടുക? പെട്ടെന്നാവണമെങ്കിൽ 2 അടുപ്പം പോലുണ്ട്. മസാല തേക്കാനാകുമ്പോൾ വിളിക്കിട്ടമ്മ. അരച്ചിട്ട് വിളിച്ചാൽ മതി. മസാല അരച്ചിട്ട് വിളിച്ചാൽ മതി. ഞാൻ നോക്കട്ടെ. അംസാക്കാൻ്റെ കിട്ടിയിട്ട് സെറ്റ് അല്ലെങ്കിൽ ഓ ഇതെന്താ ഇതാ ഫീഫ് മറ്റേ അടിക്കണം. ബാക്കിൽ നിന്ന് ബ്രൈറ്റ് അടിക്കണവർക്ക് തിരിച്ചിങ്ങനെ അടിച്ചു കൊടുക്കണം. എന്താ കാട്ടി നിങ്ങൾ? ലേശം പാക്കറ്റ് എടുത്തു. എന്ത് മാറി നളി ഇപ്പളെ എന്തോ ഉണ്ടായാലോ? മേ ഇങ്ങോട്ട് നാളെ കൈപ്പാട്ട് ആ സ്കില്ല് ഒന്നുകൂടി കാട്ടിക്കാ. ഞാനും കാട്ടിയാലോ? വൈഡെടുക്കോ? വൈഡ് വെള്ളത്തിന് എനിക്ക് വയ്ക്കും. ഓൻ പറഞ്ഞല്ലോ എനിക്ക് വയ്ക്കുന്നേ. വേണേ ഒരു ലൈസും കൂടി തരും കേട്ടോ. ഒരു ലൈസും കൂടി തരും. ഉണ്ട് പ്ലീസ് ഒരു പ്രാവശ്യം. ആ 1 റെഡി 1 2 3 സ്റ്റാർട്ട്. അഖില കേരള വൈഡിരിക്കൽ മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. ചക്കാലക്കുത്ത് ഭാഗത്തു നിന്നും അപ്പോട്ടെ ഇരിക്കേ വയ്ക്കും. ജിമ്മി പറഞ്ഞല്ലോ. പിന്നെ ആരേ ഇരിക്കേ? ഇത് ചോറൊന്നും ഇരിക്കണേ ഇങ്ങനെയല്ല, ഇങ്ങനെ വൈഡ്. എടാ തലതാവും, തല പിന്നി പോവും. എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബാസിൽ വരുന്നുണ്ടോ? സോ ഗൈസ് അപ്പം ഇനി ബാസിൽ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ ചെക്കന്മാരെ നമ്മൾ 1-2 ആൾക്കാർ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാവരും വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ചിക്കനിൽ എന്ത് ചെയ്യാൻ പോവാണ്? മസാല തേക്കാൻ പോവാണ്. മുമ്പ് ചിക്കൻ ചുട്ടത് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷ് കഴിക്കാൻ റെഡിയാണോ? ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് അറിയാം. ആരംഭത്തിൽ അപമാനം. ഡയറ്റിന് ഗ്രില്ല് കുഴപ്പമില്ലല്ലോ. പിന്നെ ചപ്പാത്തി കുഴപ്പമില്ല. പൊറാട്ട മീൻകറിക്കാണെങ്കിൽ കുഴപ്പമില്ല. കൊളസ്ട്രോളൊക്കെ കുറക്കാൻ ചിക്കൻ കഴിക്കുമ്പോൾ എല്ല് പെടരുത്. അങ്ങനെ എല്ല് പെടാതെ പെടാതെ കഴിക്കണം. എല്ലില്ലാത്ത ഇതില്ലേ, അത് KFC ബോൺലെസ് അല്ല, ഇതിന്റെ ഈ നെഞ്ഞ് ഭാഗല്ലേ എന്ന പോലെ തന്നെ ചപ്പാത്തി ഇങ്ങനത്തെ കഴിക്കുകയാണെങ്കിൽ 2, അത് കഴിഞ്ഞ പിന്നെ 3 നിർത്തരുത്, 4, 6 അങ്ങനെ ചാടി പോണെന്നാണ്. 2 അല്ല, 2 കഴിച്ചിട്ട് ഇതില്ലെങ്കിൽ 3 നിർത്ത, പിന്നെ 4 കഴിഞ്ഞ് പിന്നെ 5 നിർത്തരുത്, പിന്നെ 6 അങ്ങനെ ഇരട്ട കഴിച്ചു പോകണം. അപ്പം ഇത് ഇതൊക്കെ ഓരോ ടിപ്സ്. ഉണ്ടോ? 1 കഴിച്ചാൽ മതി, 2, 4, 6 അങ്ങനെയാണ്. ഇതെന്തൊരു മുഴുവൻ കോയിന് ഇതിൽ മുറിച്ച് വെച്ചാ? ഇത് ചെറുതാക്കട്ടമ്മ.
അല്ലാതെ വെട്ടേ പിന്നെ വെട്ടേ അത് മറ്റേ വെന്ത് കഴിഞ്ഞിട്ട് വട്ടേ. നമ്മള് 10 രൂപ ആളും എത്ര ഉണ്ട് ഇല്ല മസാലക്കാം. ഇനി ഞാൻ അങ്ങനെ ഇരുത്തുക. ഒന്നിൻ്റെ അടുത്ത് രണ്ടാളെ, ഒരു കഷ്ണത്തിൻ്റെ അടുത്ത് രണ്ടാളെ അങ്ങനെ ഇരുത്തുക. പിന്നെ ഉച്ചക്ക് ചോറ് തന്നെ ഇങ്ങനെ ഇതിൽ കേക്കുണ്ടോ? ഇതൊരു പുതിയ മസാല ഇല്ല നമ്മൾ ആദ്യമായിട്ട് പട്ടിണി ഒന്നിച്ച് ഇങ്ങനത്തെ ഒരു മസാല ഇതുവരെ ട്രൈ ചെയ്തില്ല. ഇതാണ് നമ്മുടെ മിന്റ് ചട്നി മസാല. മിന്റ് ഉണ്ടോ? നോർത്ത് ഇന്ത്യൻ ടച്ചോ? മിന്റ് ഉണ്ടോ? മിന്റ് ഉണ്ട്. മുളകുണ്ടോ? മുളകുണ്ട്. എന്നാ മുളകില്ലേ? മുളകില്ല. എന്നാ മിന്റ് ഉണ്ടോ? മിന്റ് ഉണ്ട്. എന്നാ ഉപ്പുണ്ടോ? എന്നാ ഉപ്പില്ല. എന്നാ ഇപ്പുണ്ടോ? എന്നാ ഇപ്പുണ്ട്. ഇപ്പൊ എവിടെ ബ്രസനാണോ? ബ്രസനല്ലേ? ബ്രസനല്ല. ഈച്ചോടെടാ ഒന്ന് വിളിച്ചാ മസാല കൂട്ടാൻ. അങ്ങനെ മസാല കൂട്ടണ ഒരു രാജാവ്. അല്ല അത് ഇങ്ങനെ വെച്ചാ പോരെ. അല്ല അപ്പൊ തീക്കോ ഇതുണ്ട് ഇപ്പൊ കൂട്ടിയേ ഇങ്ങനെ ആക്കണ്ടേ? അതാണ് മറന്നേ അടുക്കളയിൽ കേറിയിട്ട് കുറച്ചായി. ഇപ്പൊ തന്നെ അതിന്റെ നല്ല സ്മെല്ല് തന്നെ. കാശ്മീരി ഓർമ്മയില്ല. ഇപ്പൊ തന്നെ ഒരു കടിയൊക്കെ കടിച്ചാലോ? പുഷ്കല്ലേ? പുഷ്കല്ല പോലെ വേറെ സാധനം. ആ കോലും അങ്ങനെ കബാബ്. എന്താ ഒരു സാധനം കബാബല്ല, രാത്രി ഉണ്ടായ തെണ്ടി പോലെ. അത് അന്വേഷിക്കാണ്ട് ആ ഫുഡ് കഴിക്കാനോ? ആ നേരത്തൊക്കെ കിട്ടും കാശ്മീരില് ഫുഡ്. നല്ല ഉഷാണ്. നൈറ്റ് പറഞ്ഞാ മിഡ് നൈറ്റ് കിട്ടോ? മിഡ് നൈറ്റ് നമ്മൾ 12 മണിക്കൊക്കെ പോയപ്പോ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാവും. അടിയിലേക്ക് ആക്കട അവിടെയൊക്കെ. മിഡ് നൈറ്റ് ഫുഡ് ഹണ്ടർ എന്ത് ഈ വിരല് കിടന്നു എല്ലാം കുത്തുന്ന കേട്ടോ. കൊണ്ടാണോ മനസ്സാ? ഉപ്പുണ്ട് എങ്ങനെ നോക്കാം? ഈച്ചോ കറക്റ്റാ? നാരങ്ങ ഉണ്ടതില്? മോരുണ്ടോ? മോരേക്കണ്. അത് ഞാൻ ഉണ്ടാക്കി തരാം. ഇത് കഴിഞ്ഞു. എടാ പോലടാ. എനിക്ക് കോഴി ചുടുമ്പോ എനിക്ക് നാളെ ക്ലാസ് ഉണ്ട് ഓർമ്മ വരുന്നേ. അവൻ മുറിച്ച് ഇവിടുന്ന് പഠിച്ചോ? അതൊക്കെ ഇപ്പൊ പഠിച്ചോ അനാട്ടമി ആളില്ലേ? ഇന്ന് പോകണ്ടോ? അപ്പളല്ലേ ആജോ ഉറങ്ങി ബസ്സിനോട് ഉറങ്ങിക്കൊണ്ടി ബാക്കി. അല്ല ബസ്സിനാ പോണേ? കോഴിക്കോടുക്കോ? എന്നാലോ അല്ല രാവിലെ ഡെയിലി കോളേജ് ബസ്സിന് പോയി പോരോ? ഡെയിലി പറയുന്ന മാതിരിയാണ്. കഴിഞ്ഞ മിഞ്ഞാൻ നോമ്പടെ ഉണ്ട് നാട്ടില്. ഡെയിലി ഇല്ല, ഒരു ദിവസം കൂടി പോകുന്നു. അതന്നെ പോയി ബോസ് ഒരു ചിക്കൻ ഫുള്ള് കൊടുത്താലേ ഇവിടെ മനുഷ്യന്മാരോ. ഇന്റെ വക അപ്പൊ എന്റത് എനിക്ക് വേണ്ട വേണം. തേച്ചോ പോലടാ. അന്റെ എണ്ണത്തില് ചിക്കൻ വാങ്ങിക്കണേ. അപ്പൊ സുഹൃത്തുക്കളെ, അർജന്റീന കേരളത്തിക്ക് വരുമ്പോ ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇവനെ വിളിക്കട്ടോ, പാവാണ്. അർജന്റീനയുടെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിട്ട് 2016 ടിക്ടോക്കിലുണ്ടല്ലോ നീലയും വെള്ളയും കളർ മൊത്തടിച്ചിട്ട് ടിക്ടോക്ക് ചെയ്ത ആളാണ് കേട്ടോ. അർജന്റീന അത്രയും ഭയങ്കര ഡൈഹാർഡ് ഫാനാണ്. അപ്പം ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കൊടുത്ത് സഹകരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ചെക്കനെ കോൺടാക്ട് ചെയ്യാട്ടോ. നിയാൽ അഹമ്മദ് കെ ഇൻസ്റ്റാഗ്രാം ID. ഒരു ടിക്കറ്റ് കൊടുത്താൽ ഞങ്ങളും നിങ്ങളും ഹാപ്പിയാവും. ഓൻ അതിലേറെ ഹാപ്പിയാവും. വരുമോ വരുമോ? മാറ്റിക്കണെന്നൊക്കെ പറയണേ. ആഗ്രഹമൊന്നുമില്ല, കണ്ടാ മതി. എനിക്ക് മസാല കൂട്ടാൻ അറിയോ? കൂടുതൽ ടേസ്റ്റ് ഒക്കെ അറിയാം. പാചകം പൊളിഞ്ഞാലും സാധനം അറിയാം. ഇത്ര ഓക്കെ അല്ലേ? എത്ര മസാല? അത് കുറച്ചൊരു പയമക്കാര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ല അധികം മസാല പരക്കണില്ല. അപ്പം കുറച്ച് പച്ചറച്ചി. അത് നോർത്ത് ഈസ്റ്റ് ഡിഷാണ് പറഞ്ഞാൽ മതി. നമുക്ക് ചുട്ടാ പോലെ അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് എന്തോ സമ്മന്തി ഉണ്ടാക്കണല്ലേ? പുതിന ഉണ്ടാക്കി. മയണൈസിനുള്ള നല്ല പുതിന. എന്താ മല്ലിച്ചപ്പ് പുതിനി? മല്ലിച്ചപ്പും പുതിനയും മറ്റേത് പച്ചമുളക്. ടീച്ചറെ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞേ? അല്ല ടീച്ചറിനെ പറ്റി നല്ല അഭിപ്രായം. നല്ലോണം പഠിക്കണ്ടെന്നാണോ പറഞ്ഞേ? ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ടീച്ചറോട് പഠിക്കണല്ല, കൂടുതൽ മാർക്ക് ഉണ്ട്. ബ്ലഡ് ഡൊണേഷന് പോയി നിന്ന്. പോയിന്. അത് ഏത് സ്കൂൾക്ക് പോയത്? എൻ്റെ സ്കൂൾക്ക്. അവിടെ പാലാട് ഗേൾസ് സ്കൂൾ. അപ്പൊ അവിടെ ഒന്നും കുട്ടികളില്ല.
ബ്ലഡ് ഡൊണേഷന് അവിടുത്തെ കുട്ടികളെ കൊടുക്കല്. കുട്ടികളുടെ ഒരു കാര്യമുണ്ടോ? കണ്ണുചോറിലെ കുട്ടികൾ വേണ്ടപ്പോ അതിന് ബ്ലഡ് കൊടുക്കാന്. ഇപ്പൊ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്. അവിടുത്തെ സ്കൂളത്തെ കുട്ടികൾ മാത്രമേ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുള്ളൂ. അങ്ങനെയല്ല. സ്കൂൾ നടത്തി കൂടെ? അത് എന്നാ വരിക? ഇച്ച് 18 ഇതിന്റെ ഇതില്ലേ വിഷ് ലിസ്റ്റിലുണ്ട്. അല്ല എന്താണ് ബക്കറ്റ് ലിസ്റ്റില്? ബക്കറ്റ് ലിസ്റ്റിലുള്ളതിന് ഒരു ഗേൾസ് സ്കൂളിൽ പോയി ബ്ലഡ് കൊടുക്കണം. ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിന് 18 ഇന്ന കാര്യങ്ങൾ ചെയ്യണത്. അതിൽ 2, 3, 5 ഇനി ഇത്. ഇപ്പൊ ഒരാഴ്ച 2 വട്ടമൊക്കെ ബ്ലഡ് കൊടുക്കണം കേട്ടോ. എന്റെ മേത്തിഞ്ഞ് ബ്ലഡ് ഉണ്ടാവില്ല. ഗേൾസിന്റെ അടുത്തൊക്കെ പോയി ബ്ലഡ് കൊടുക്കാം. ഇല്ലല്ല, ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്ന് ആ സ്കൂളിനൊരു ആവശ്യം വന്നു. അപ്പൊ ഇങ്ങനത്തെ ഇപ്പോഴത്തെ തലമുറയിലുള്ള എത്ര പെട്ടെന്ന് ബ്ലഡ് ലാബ് ഉണ്ടെങ്കിൽ ലാബില്ലേസല്ലേ ബ്ലഡ് കൊടുക്കാൻ തോന്നും. ഞാൻ എന്താ വിചാരിച്ചറിയോ, അപ്പൊ 6 മാസത്തെ ഇതുണ്ടാവില്ല, ഇടവേള ഉണ്ടാവില്ല. 6 മാസത്തിന് ഇടവേളല്ലാതെ ബ്ലഡ് കൊടുക്കും. നാളെ ലാബ് ഉണ്ടെങ്കിൽ നാളെ തന്നെ പിന്നെയും ബ്ലഡ് കൊടുക്കും. അവിടെ എങ്ങനെ കഴിച്ചില്ലേ നഷ്ടം പറ്റി എനിക്ക് ബ്ലഡ് ഗിവർ. എന്താ അത് കഴിഞ്ഞാല് മനസ്സിലായില്ല. ഫുഡിന് വിളിച്ചത് പൈസ അപ്പൊ എന്താ ബ്ലഡ് പ്രഷർ ഡൗൺ ആയോ? അല്ല ഇല്ല, ബക്കറ്റ് ലിസ്റ്റ് ഒന്നാമത്തെ കാര്യം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കില്ല. നാളെ റെഡി ആവുള്ളൂ. ജ്യൂസ് കിട്ടൂലേ? അതുകൊണ്ട് എന്താ കരുവിന് ഉച്ചക്ക് അവിടുന്ന് 1 ലിറ്റർ ചോര എടുത്താ ഒരു പാക്കറ്റ് ഫ്രൂട്ട് കിട്ടും. 100 ml. അത് ഫ്രൂട്ടിച്ച് കുടിച്ചാലും പറ്റില്ല. എത്ര എടുക്കും അത്ര ഇല്ലേ സ്റ്റെപ്പ് നല്ലോണം കുടിച്ചു. ആദ്യം ഒന്ന് വേവിക്കും നമ്മള്. അപ്പഴ ചൂടാൻ സുഖമാവും. അപ്പൊ മസാലയും പിടിക്കും. എന്താ വെച്ചാല് ഉള്ളു വേവും ചെയ്യും. അപ്പൊ നമുക്ക് സുഖമാണ്. നമ്മളിപ്പോ പിടിച്ചിട്ട പ്ലാനല്ലേ. മസാല ഓവറായിട്ടുണ്ട്. ഉള്ളു കാക്കുമ്പത്തെ യൂഷോ ഹൈ യോയ് യായ് യൂഷോ ഹൈ യോയ് യായ് യൂഷോ ഹൈ യോയ് യായ് യൂഷോ ഹൈ യോയ്. അത് ഓഫാക്കി. യൂഷോ ഇതാണ് ചൈനീസിൽ ഇങ്ങനെ ഉണ്ടാക്കുക. ചൈനീസാണ് മോച്ചി. ഓഫാക്കി മാ കണ്ണൊക്കെ തെറിക്കും. അതെന്താ എടുത്തോക്ക്. എടുത്തോ. യൂഷോ ഹൈ യോയ് യായ് 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 യൂഷോ ഹായ്. മാർക്കെന്താ അറിയണേ? മാർക്കോ എന്താ ഇവിടെ എത്ര ആള് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്താ ഈ വീടിന് പറ്റിയത്? മാർക്കോനെ എത്ര സോഷ്യലൈസ് ചെയ്യിപ്പിക്കരുത്. ഇത്രേ ചെയ്യിപ്പിക്കരുത്. അപ്പൊ അത് ഇതാവും, നാടൻ പട്ടിയാവും. കൂട്ടുകാരികളാണ് അങ്ങനെ പറയില്ലേ. അപ്പോഴും അതിന് സങ്കടമാവില്ലപ്പാ. ഞങ്ങൾ അങ്ങനെയാണ്. ഞാൻ പലരോട് നേരത്തെ പറഞ്ഞു അതിനെ ബേജാറാക്കിയിട്ട് പേടിപ്പിച്ചത് നീച്ച് പറഞ്ഞു. ഇവിടെ ഒരു ചുറ്റുപാടുണ്ട്, അതിലനുസരിച്ച് വളരും. അതങ്ങനെ തന്നെ വളരുള്ളൂ. ഇപ്പൊ പാപ്പത്തിന്ന കൈവിട്ടേക്കണത്. ഇവിടുത്തെ ആൾക്കാരോടെ ചെറിയുള്ളൂ. ഇവിടെ വാക്സിൻ അടിക്കാൻ കണ്ടെങ്കിൽ ചാടി അനു കണ്ടില്ലല്ലോ. വാക്സിൻ എടുക്കാൻ വരും ആൾക്കാര് അവിടുന്ന്. എന്താണ് ഇവിടുന്ന് ഓക്കെ. എന്നിട്ട് പട്ടിനെ പിടിച്ചാണ്ട് വാക്സിൻ എടുത്താണ്ട് എന്താണ് പട്ടി വേറെ 2ാം വട്ടം പട്ടിനെ അടുപ്പിച്ചെടുക്കാനായി ഓരെന്തോ ഒരു നീല പാട് ഇട്ടുകൊണ്ട് വിടും. പിന്നെയും പിടിച്ചു. നമ്മള് ചങ്ങായി ഇങ്ങനെ പോകാൻ നിക്കണുള്ളൂ. അപ്പൊ അതിന് അകത്തേക്കാക്കി വാതിലടക്കാൻ വേണ്ടി ചെന്നപ്പോ 4 ആള് 4 വലിയും കൊണ്ട്. ഭാഗ്യത്തിന് നമ്മളിന് കുത്തൊന്നും കിട്ടിയിട്ടില്ല. ഓൾറെഡി വാക്സിൻ അടിച്ചതാ. ഒരു 2 കുട്ടികളും നമുക്ക് 4 ആളും പട്ടി. ഞാൻ ഇറ്റാലിയൻ ബ്രീഡാടാ, കുത്തല്ലടാ. ഞാൻ പുറമേനാടാ, പുറത്ത് കുത്തല്ലടാ. വലിയൊക്കെ കൊണ്ട് 4 ആളും നമ്മളെ കോമ്പൗണ്ടിക്ക്. ഇവിടെ 2 ഇവിടെ 1 ആകെപ്പാടാ. ഇതിനൊക്കെ വാക്സിൻ വെക്കണം. നമ്മളിതിനൊക്കെ വാക്സിൻ കഴിഞ്ഞോ? ഇന്നത് വേസ്റ്റ് ഇവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. വെള്ളം കിട്ടിയാൽ കുഴപ്പമില്ല. എരിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ദാഹിക്കണ്ടേ കുറച്ച് വെള്ളം കുടിക്കണ്ടേന്ന് പറഞ്ഞത്.
കൈ നമുക്കൊന്ന് കഴിക്കാലോ. ഓളാകെ മാഷാള്ള ഓള് കഴിഞ്ഞില്ലത്തെ പോലെയല്ല ടെക്കല്ലോ. മസാല ബാക്കിയാണല്ലോ. പ്രൊസീജിയർ നടക്കണേ. അല്ലല്ല ഒരു ചിക്കൻ കൂടി മുറിച്ച് വാങ്ങിയാലോ ഒരു ചിക്കനും കൂടി വാങ്ങണോ അത് മതിടാ. മതി മതി മതി. അല്ല ഇനി ആള് വരണ്ട് കേട്ടോ. ബാസിലൊക്കെ വരാണ്ട്. ഏത് സ്ഥലം വരികയാണെങ്കിലും രണ്ടാള് ഇത് എത്ര ഇത് ബാസില് അല്ല ഞാൻ പറയട്ടെ, അല്ല ഇത് വലുതാണ്. ഇത് എത്ര ആക്കുള്ള ഇതാണ്? ഒരു 30 ആക്ക് തികച്ച്. മുപ്പതാക്കോ? ഇതിനൊന്നും ഒരു ചീളൊക്കെ ഓനൊക്കെ ആവശ്യമുള്ളൂ, കാരണം ഓനൊക്കെ ചെറുതാണ്. വയസ്സിനനുസരിച്ച് കൊടുക്കും. ബിസ്മി ചൊല്ലി കഴിക്കുകയാണെങ്കിലേ എത്ര ആക്കും കഴിക്കാം. രണ്ടാളെ ഭക്ഷണം മൂന്നാളെ ഭക്ഷണം അങ്ങനെ. പണ്ടൊക്കെ ഒരു കോഴി കൊണ്ട് 60 ആള് 70 ആളൊക്കെ ഒരു തറവാട് കഴിഞ്ഞിനി. ഇന്നിപ്പോ ഞാൻ കുട്ടികളോടായി ചോദിച്ചു, വല്യമാര് കഥ പറഞ്ഞിരുന്നു. ഒരു കോഴി ആവില്ല, ഒരു പശു ആവും. അല്ല പച്ചേ, എത്ര ആള് കൂടിയാലും ആട്ടിപ്പൊടിച്ച് ഒരു കോഴിനെ ഇറക്കുക. 60 ഞങ്ങളത് ജീവിച്ചിട്ടില്ല. വലിയ തമാശ എന്താ അറിയോ? അളിയാക്ക വരുമ്പോ ഈ കോഴിനെ ഇറക്കണം. ഈ കോഴി മിസ്സാവും ചെയ്യരുത്. അളിയാക്കാന്റെ മുന്നേ എന്ത് ചെയ്യും? കോഴിനെ ആട്ടും. അല്ല, അളിയാക്കാന്റെ മുന്നേ കോഴിന്റെ പിന്നാലെ കൊണ്ടിങ്ങനെ കാട്ടും. കോഴി നിന്ന് കിട്ടരുതേ, കോഴിനെ കിട്ടരുതേ, കോഴി നിന്നരുതേ എന്നേക്കാരം നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന. കോഴി പായണം. കോഴി പോയി പേര് പാച്ചിട്ട് പോയി അവസാനം എവിടെയെങ്കിലും പോയി പൊന്തിയിലോ ഈ വൈക്കോലുണ്ടന്റെ അതിലൊക്കെ പോയി ഓടിക്കും. അപ്പൊ അളിയാക്കാണ്ട് വരും. അപ്പൊ അളിയാക്കാക്കും സന്തോഷം. എന്താ അറിയോ? കോഴി കിട്ടിയില്ലെങ്കിൽ കായന എനിക്ക് വേണ്ടിട്ട് പോലും ഓടിയാലോ. അതാണെന്നല്ലേ അളിയാക്കാക്ക് വേണ്ടി എഫേർട്ട് ഇടണ്ടല്ലോ. വൺ സൈഡ് അല്ല, 50-50. കോഴിനെ അർത്ഥ കഥ പലതും ഇപ്പൊ ചിന്ത ആ ചിറിയിലെല്ലാം ഉണ്ട്. കോഴിനെ ഇറക്കാൻ വേണ്ടി കണ്ടേ അന്നൊക്കെ പ്രശസ്തരായ ആൾക്കാർ വേണം കോഴിനെ ഇറക്കാൻ. മല്ലാക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പറഞ്ഞപ്പാ ഈശോ ഹായ് 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 ഈശോ ഹായ് 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 ഈശോ ഹായ് 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 ഈശോ ഹായ് 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 2006 ഹായ് 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 2004 ഹായ് 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 2002 ഹായ് ഹായ്. കഴിഞ്ഞ ഓണം തന്നെ കൈയർത്തപ്പോ കാട്ടച്ചോര മൂത്തച്ചത് അത്രക്കും വരുമോ? ഒരു പീറാട് അല്ല ചാത്യം നിങ്ങളാണ്. അള്ളാഹു ശക്തി കൊടുത്തേ കാണാണ്ട് സ്റ്റേഷനില്. യൂഷോ ഹായ് 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 യൂഷോ ഹായ് ഹായ് ഹായ്. പേടിയില്ലല്ലോ അല്ലേപ്പാ. ഒരു കോഴിനെ ഇറക്കലുള്ളൂ എല്ലാരും വരുമ്പോ. അതെന്താ അറിയോ, എല്ലാരും പേർക്ക് ഒരു 5 ആളാ വരുന്നത്. ഇവിടെ വരുമ്പോ ഒരു 10-20 ആളാ വരുന്നത്. അപ്പൊ പണ്ടൊക്കെ എത്ര കോഴി ഉണ്ടെങ്കിൽ എന്താ വിചാരിച്ച കല്യാണം തന്നെ കഴിച്ചു. കല്യാണാവില്ല, പെണ്ണാണത് കഴിയും ചിലപ്പോ. ഒരു 10 ആളെ. ഞങ്ങളെ തറവാടില്ല കാലത്ത് ആയിപ്പോയില്ലേ ഒരു ഇഞ്ചിക്ക് പേര്. ഞങ്ങൾക്ക് എല്ലാം കിട്ടിക്കണ്, തറവാടും. നമ്മളെ കാലഘട്ടക്കാർക്ക് എല്ലാം കിട്ടിക്കണ്. കുറച്ച് തറവാടും കുറച്ച് ഏയും കുറച്ച് ഇടക്കാലവും എല്ലാം കിട്ടിയില്ലേ? നിങ്ങൾക്കൊന്നും തറവാട് കിട്ടിയില്ലല്ലോ. തറവാട് കിട്ടാത്തുള്ളൂ, ബാക്കി കുറെയൊക്കെ. പറഞ്ഞ തറവാട് കിട്ടണം കേട്ടോ. ഹത്തീബിന് കോഴി മിസ്സായ കഥ ഉണ്ട്. ആരാ ഹത്തീബ്? ആരേനി ഹത്തീബ് എന്ന് പറഞ്ഞാല് പള്ളിയിലെ ഹത്തീബില്ലേ? ഉപ്പച്ചി അതിനാന്ന് വെച്ചേ. ഹത്തീബ് ഉപ്പച്ചിന്റെ കഥ ഉപ്പച്ചി പറയൂ. ഒരു സ്ഥലത്ത് ഒരു മഹലിൽ പോയി ചാർജ് എടുത്തു. ചാർജ് എടുത്തിട്ട് അയാള് പിന്നെ എന്ത് ചെയ്തു അറിയോ? പ്രസംഗം തുടങ്ങി. പ്രസംഗിച്ചെന്താണ്? എന്താണ് എന്താണ് അതല്ല ഞാൻ MDMA ആണ് വിഷയം. ഇന്നത്തെ ലേറ്റസ്റ്റ് വിഷയമാണല്ലോ MDMA. അന്നത്തെ അല്ല, ഇപ്പത്തെ സമീപ ഇതുള്ള അവസ്ഥയാണ് പറയണത്. അപ്പോ പിന്നെ ഉച്ചക്ക് ഇത് കഴിഞ്ഞിട്ട് പള്ളി കഴിഞ്ഞിട്ട് പിന്നെ പള്ളിൻ്റെ പ്രസിഡന്റ് പെരിക്ക് കൂട്ടിക്കൊണ്ടായി. അവിടെയാണ് ഫുഡ്. ഈ പറഞ്ഞ പോലെ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന അടിയിൽ ഇങ്ങനെ പറഞ്ഞു, പിന്നെ പുതിയ ആളാണേ, പള്ളിക്ക് ചാറെടുത്താണ്. അതൊന്നും പിന്നെ നിങ്ങൾ ഇന്നത്തെ വിഷയം പിന്നെ ഇതായിരുന്നു MDMA ആയിരുന്നു. അതൊന്നും ഇപ്പം അങ്ങനെ ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പം മൂപ്പര മകനെ അതിൽ കുടുങ്ങിക്കാണ്, മനസ്സിലായില്ലേ?
അപ്പോൾ പറഞ്ഞത് ഞാണെങ്കിൽ തന്നെ ഈ പിന്നെ മദ്യത്തെ പറ്റിയൊക്കെ പറയാനല്ലേ MDM ഒന്നും ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഈ വിഷയത്തിൻ്റെ ബാക്കി പറയാനേ വിചാരിച്ചില്ല. അടുത്ത ആഴ്ച മൂപ്പര് വിഷയം മാറ്റി. മൂപ്പര് പറഞ്ഞതാണ് പലിശനെ പറ്റിയാണ്, പലിശ ഇടപാടാണ്. അന്ന് കൊണ്ടുപോയത് സെക്രട്ടറിയാണ്, പള്ളിയിലെ സെക്രട്ടറിയാണ്. അയാൾ എന്ന് വെച്ചാൽ കുറച്ചരുത് ഇതിൻ്റെ ഇടപാട് ചെറിയതായിട്ടുള്ള ഒരാളാണ്, മനസ്സിലായില്ലേ? പുറത്തൊക്കെ അങ്ങനെ അറിയില്ല. അപ്പോൾ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, എന്ത് പറഞ്ഞു, ആ വിഷയത്തിനെ കുറിച്ച് അങ്ങനെ ഇതൊന്നും ഇങ്ങനെ പറയേണ്ട കാലം, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലെങ്കിൽ ഇതിൽ ചിക്കാൻ കിട്ടൂല. അപ്പോൾ അയാൾക്ക് വേണ്ടി എന്ത് ചെയ്തു, അടുത്ത ആഴ്ച അതിൻ്റെ ബാക്കി പറയാൻ വിചാരിച്ചു. മൂപ്പര് അതും മാറ്റി. അത് മൂപ്പരിങ്ങനെ നോക്കുമ്പം ഇതിപ്പോൾ ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ വേണമല്ലോ പറയാൻ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു, പിറ്റത്തെ ആഴ്ച ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം വരുത്തുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ട്രഷറുടെ വീട്ടിലെ ഇനി എന്ത് അന്നത്തെ ഉച്ചത്തെ ഭക്ഷണം ഈ ചിക്കനൊക്കെ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഈ കുരുമുളകിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുപയറൊക്കെ കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്തൊന്നും ഇപ്പോഴത്തെ കാലം ഒക്കൂല മൗലവി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അതിൻ്റെ ബൈക്ക് നടക്കും. ഇതിൻ്റെ ബാക്കിയൊന്നും ഞാൻ അടുത്ത ആഴ്ച പറയാൻ നിൽക്കണ്ടാറ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഈ സംഗതി എന്താണ്, നീളം നിൽക്കണമെങ്കിൽ ഇനിയിപ്പോൾ എന്താ മാർഗമുള്ളൂ? ഇനിയിപ്പോൾ അവിടെ ഇല്ലാത്ത ഒരാളെ വിഷയം പറയണം, അവിടെ ഇല്ലാത്ത ഒരാളെ സബ്ജക്റ്റ് പറയണം, ഒന്നിന് പെടാത്ത ഒരാളെ പറയണം. അത് ആലോചിച്ചിട്ട് ഉസ്താദിന് കിട്ടിയില്ല. ഉസ്താദ് പറഞ്ഞു അടുത്ത ആഴ്ച, അതിൻ്റെ അടുത്ത ആഴ്ച ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒതു മുറിയുന്ന കാര്യങ്ങളാണ്. ഒതു മുറിയുന്ന ആർക്കും പരാതിയില്ല, ഒന്നുമില്ല. കള്ളമ്മക്ക് പോകുമ്പോൾ ഒരാളെ പോയി മുട്ടണ്, കഞ്ചാവുമ്പോൾ പോകുമ്പോൾ വേറെ ആളെ പോയി മുട്ടണ്, പലിശമ്മക്ക് പോകുമ്പോൾ വേറെ ആളെ മുട്ടണ്, അളവിന് തൂക്കത്തിന് കൃത്യമായി വേറെ മുട്ടണ്. ഇത് പറയുമ്പോൾ എന്താണ്, മുറിഞ്ഞോലോ ആർക്കും ഒരു പരാതി. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയിന്നില്ലാണ്. അപ്പോൾ അതാണ് ഈ ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് തന്നെ അത് ഓർമ്മ വരികയാണ്. ചിലപ്പോൾ ചിക്കൻ നല്ല നിൽക്കണമെങ്കിലൊക്കെ കിട്ടണമെങ്കിലൊക്കെ അങ്ങനെ ആൾക്കാർക്ക് അനുസരിച്ച് ചിലപ്പം തിണ്ടി വരും, ചിക്കൻ നമ്മൾ മുറിച്ചേണ്ടി വരും. ഇപ്പോൾ നമ്മൾ പീസാക്കാറില്ലേ, അതാണ് പറഞ്ഞതിൻ്റെ ചിന്ത അങ്ങനെ. പക്ഷെ എൻ്റെ ചിന്താഗതി വേറെ ലെവലാട്ടപ്പാ. ഈ ചിക്കൻ മതിയിട്ട് എനിക്ക് ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുങ്ങിയത്. 1/2 മണിക്കൂറായി ഞാൻ അതിൽ അളക്കുന്നത് ഈ സാധനം. ഇതമ്മ അപ്പം നമ്മൾ ചിക്കൻ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി മാരിനേഷൻ കഴിഞ്ഞ് ഏകദേശം ചുട്ട് ലെവലാകുമ്പോൾ ബാക്കി വിശേഷം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കുക്കർ ഒരു ഉപകാരത്തിൽപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ പാവപ്പെട്ട യാറമോൾ ഇതാ കുക്കറിൽ ഇറങ്ങിയിരുന്നാണ്ട് കുക്കറിൽ എത്രത്തോളം ചോറ് കൊള്ളും. ഒരു തല പിടിച്ച അഫീർ തല പിടിച്ച ഐശ്വര്യ തല പിടിച്ച. ഇല്ല, ജസ്റ്റ് ഇങ്ങനെ ഓടിക്കണേ. ഇതിലെങ്ങനെ കറക്കി, ഇതിലെ കറക്കുക. ഫാനൊക്കെ ഉണ്ടോ? പൊടിച്ചിക്കണേ അനക്കാക്ക് പൊടിച്ചിക്കണേ. ഇതാ എത്രത്തോളം വലുതും എത്രത്തോളം ഉപകാരപ്രദവുമാണ് ഈ കുക്കറിന് നിങ്ങൾ നോക്കൂ. ഞാനതിലാരെ കയറണ്ടേ? ഞാനാ കയറണ്ടേ? ഞാനാ കയറണ്ടേ? ഇതിനെത്ര വലിപ്പുണ്ടറിയോ? അതായത് നമ്മളൊരു നെഞ്ചിന്റെ ഇത് നമ്മളെ ആ കാർഗോ ടീമിന് 123 കാർഗോ അല്ലേ? ABC കാർഗോ 123 കാർഗോ 123 അല്ലേ? ഉറപ്പല്ലേ? സോ 123 കാർഗോക്കാരെ നമുക്ക് തന്നാട്ടാ. ഓരോ വക തന്നാ, അത് ഓർമ്മല്ലേ? അന്ന് ഓര് തന്നല്ലേ?
ആ അങ്ങനെ വെക്കണ്ട. അപ്പൊ നമ്മളെ അന്ന് താങ്ക്സ് ഒക്കെ പറയണി. താങ്ക് യു. അത് തന്നോൽക്കാണ് പറയണത്, തന്ന ആൾക്കാരൊന്നും അറിയില്ല. അന്ന് ഈ കുക്കറിന്റെ വലിപ്പോ മനസ്സിലായി. അപ്പൊ നമ്മള് 1 2 3 കാർഗോ ഇനി ഞങ്ങളെല്ലാരും നെയ്ച്ചോറും ചിക്കൻ ചുട്ടതൊക്കെ ഉണ്ടാക്കണം. അപ്പൊ നെയ്ച്ചോറൊന്ന് ഡീലാണ് എല്ലാവരും ഉണ്ടാക്കാം. കഴുകി ഞാൻ തുടങ്ങും. എനിക്ക് പോവാൻ. അപ്പൊ സുഹൃത്തുക്കളെ കൊടുക്കാനോ അപ്പൊ ഗൈസ് നമ്മളെ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ ഇന്നിതാ അഫിയെത്തി, സൗദെത്തി, ഫർസാനെത്തി, നിഹാലെത്തി, ബേസിലെത്തി, റീന സിദിനെത്തി. ഇവരൊക്കെ എത്തിക്കണെങ്കിലും എല്ലാരും ഫുൾ എൻഗേജഡ് ആണ്. ഏതായാലും ചെക്കന്മാരൊക്കെ ഫുള്ള് ഫോണില് ഫുള്ള് പുറത്ത് കൂടെ മുറ്റത്ത് കൂടെ ഹലോ മോളെ, ഹലോ ഇമ്മ ഉറങ്ങിയോന്നൊക്കെ നമുക്ക് കണ്ടോ എൻഗേജഡ് ആയാൽ മതി എല്ലാരും. അത്രേ ഉള്ളൂ. ഹലോ നമ്മളെടുത്തോളൂ. ഇമ്മച്ചി ഉറങ്ങിയോ? 8:30 വിളിച്ചാണ്ടേ ഇമ്മാനോട്. നാളെ ആരാ 1 മണിക്ക് വിളിച്ച് ഉമ്മ വിളിച്ച? സൽമാന് 1:45 സൽമാൻ വണ്ടിയിലേ ഒരു കോൾ എടുത്തേ. പിന്നെ വിളിക്കാറുണ്ട്. ഒറ്റ വെക്കല്ലോ. പിന്നെ വിളിച്ചിട്ട് രണ്ടും മിക്സായി. ഒപ്പം വിളിച്ചത് രണ്ടും കൂടെ സിങ്കായി പോയി. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും. അപ്പൊ ഗൈസ് നമ്മള് ഒരുപാട് കാലത്തിന് ശേഷം നമ്മളിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാരും ഒന്ന് കൂടി. ഞങ്ങൾ മനസ്സിലൊരു ആഗ്രഹം എന്താ വെച്ചാൽ എല്ലാരും ഒന്ന് കൂടണം, ഒന്ന് ആടണം, ഒന്ന് ഉരിയാടണം എന്നായിരുന്നു. ഹാപ്പിയാണോ? എനിക്കങ്ങനെ മിസ് ചെയ്തിനോ? മിസ് ചെയ്തിനോ? പിന്നെ ഇടയ്ക്ക് വരും പറഞ്ഞു. ഇടക്കിടക്കൊന്ന് ഓനും പറയും, ഇടക്കിടക്കൊന്ന് ചോദിച്ചു പോകും, ഇടക്കിടക്കൊന്ന് ചോദിച്ചു പോകും. അപ്പം ഇന്ന് കേരളത്തിന്റെ നന്മക്കും നാടിന്റെ നന്മക്കും വേണ്ടി ഗേൾസ് സ്കൂളിൽ പോയി സ്വന്തം രക്തം 1/2 ലിറ്റർ കൊടുത്ത NSSന്റെ ബ്ലഡ് കൊടുക്കാൻ ആൾക്കാരാണ്. അതാ ഞാൻ പറഞ്ഞില്ല, മനെ പളങ്ക് പോലെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ അതല്ല നമ്മളൊക്കെ ബ്ലഡ് ചെയ്യാൻ പോയത്. ഇവരെന്തിനാ വന്നത്? അപ്പൊ സുഹൃത്തുക്കളെ സൗദിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താ വെച്ചാല് കയ്യിന് ചതവ് പറ്റിയില്ല. ഒരാഴ്ച സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് എന്ത് ചെയ്തു? ഗേൾസ് സ്കൂളിൽ ഒരു നേരത്തെ ചോര ദാനം ചെയ്യണം എന്നുള്ളൊരു സ്ഥാനം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട്, ഒരിക്കലും അതവിടെ ഒരുപാട് പെൺകുട്ടികൾ മാത്രം ഉള്ളത് കൊണ്ടോ ചോര കൊടുത്തോല്ലേ പറ്റില്ല, അലർജിയാണ്. ഇതിന്റെ അലർജിയോ? അത് ഇന്നലെ എന്നോട് പറഞ്ഞോ അലർജിയാണ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ചോര ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ 2 ആൾക്കാർ ഇവിടെ ഉണ്ട്. സത്യം പറയും. ഇന്റർവെല്ലിന് സമയത്ത് അഫീഫ് ഫസ്റ്റ് ഇന്റർവെല്ലിന് സമയത്ത് ഫസ്റ്റ് അഫീഫിന്റെ അടുത്തേക്ക് വന്നത്. എനിക്ക് 18 ബ്ലഡ് ഡൊണേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എവിടെ ഞാൻ തേൾപ്പാറയാണോ എന്നോട് പറഞ്ഞത്. അതിലുണ്ട് ആളെ നിങ്ങൾ വരാക്കണേ തേൾപ്പാറ ഹെൽത്ത് സെന്ററിലാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വാ. എങ്ങനെ വയ്യാതാവാ? ആഴ്ചയിൽ രക്തം കൊടുക്കല്ലേ ഗേൾസ് സ്കൂളിൽ പോയിട്ട്? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇത്രയും വലിയ ശരീരമുള്ള രക്തം എടുക്കാൻ കൊണ്ടയില്ല? ഞാൻ പണ്ടത്തെ ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ എതിരെ എല്ലാവരും ബാക്ക് കയറില്ലേ? ഞാൻ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി 1 വയസ്സ് കൂട്ടിയിട്ടു. അപ്പം സംഭവം എന്താ വെച്ചാലേ റീനാനെക്കാട്ടിലും ചെറിയ സൈസ് ഉള്ളവരൊക്കെ ഓരോരുത്തരും മെല്ലെ പോയി ലൈസൻസ് ഒക്കെ എടുത്ത് ബ്ലഡ് ഒക്കെ കൊടുത്ത് ഗേൾസ് സ്കൂളിലൊക്കെ
ഹാപ്പി നടക്കണം. പാവ റിനാന് മാത്രം ലൈസൻസും കിട്ടിയിട്ടില്ല. ആ ഐഡന്റിറ്റി കാർഡും ഇല്ല, വോട്ടർ പട്ടികയിലും ഇല്ല, ഗേൾസ് സ്കൂളിൽ പോയിട്ട് രക്തം കൊടുക്കാൻ പറ്റില്ല. എന്നാവുക 18? 2008 ജൂൺ 28. 2008 ജൂൺ 28. 2008 ആണോ? 2008 2008? ആ 28/6/2008. 2008? 28/6/2008. 28 ആയാല് 28 ജൂൺ 28 28 ജൂൺ 6 2008. 2008. ഇജോ എത്ര കൊല്ലം? ഞാൻ ഫെബ്രുവരി 1 കൊല്ലോ അല്ലല്ല കൊല്ലം 2008. അത്ര 2005. ചെറിയ കുട്ടികളെ നമ്മളെ കമ്പനി ഇജോ ഞാൻ 2007. ഏയോ 2007. 2007. യോ 960. 970. ഞാൻ മമ്മൂട്ടിനെ പോലെയാണല്ലോ. ഞാൻ 99. 97. ഉണ്ടാക്കണ്ടേ? എത്രയാ? 2005. ആണോ? എനിക്ക് 20 വയസ്സായിട്ടുള്ളൂ. ഞാൻ 2006. നമ്മളൊരു അവസ്ഥയിൽ ചോക്ക് നമ്മളൊക്കെ 97, 97, ഞാൻ 2000, നമ്മളെ കമ്പനിക്കാർ മൊത്തം 2008, ഞങ്ങള് സ്കൂളിൽ 4ലും 3ലൊക്കെ ഞങ്ങൾ ജനിക്കണുള്ളൂ. 2008 നമ്മള് 2ാം ക്ലാസ്സിലാ. അപ്പൊ നിങ്ങളൊക്കെ ഇറങ്ങണുള്ളൂ. 3ല് 2ലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങള് റിലീസാണ്. എന്നിട്ട് രക്തം കൊടുക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടോ? ഇന്നെ കൊണ്ടേതാ രക്തം നൽകും, ജീവൻ നൽകും. ലീവ് എടുത്തോനി കറലായി ഉച്ചക്ക് നട്ടുച്ചക്ക് ഈ കച്ചി കൊണ്ടുപോകാൻ പറഞ്ഞോ ഒപ്പം പോരി ഗേൾസ് സ്കൂൾ പറഞ്ഞില്ല. ഞാൻ പിന്നെ ചെങ്ങനെ വിളിച്ചോ പോകണ്ട. കോണ്ടാക്ട് 11:30 ഇനിയും വിളിച്ചിക്കണ്. അനു രക്തം കൊടുക്കാണ്ടോ? ഇതൊന്ന് ആലോചിച്ചോക്കെ. ഇത്രയും പോത്ത് പോലുള്ള ഞാന് ഇവലപ്പൊക്കെ പോയി ഗേൾസ് സ്കൂളിൽ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഈ 18 ആകുമ്പോൾ രക്തം കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ഒന്ന് ഞാൻ ഫസ്റ്റിൽ പോയി ചോറ് കൊടുത്തു. പക്ഷെ ഗേൾസ് സ്കൂളിൽ പിന്നെ എവിടെയാണെങ്കിലും 11 ഇവൻ പോണത് ഓക്കെ. ഇവന്റെ പ്രായത്തിലേക്ക് രക്തം കൊടുക്കാൻ നിൽക്കാം. ആ ഇവനൊക്കെ ഒപ്പം ഞാനൊരു 11:30 കാര്യമായിട്ടൊരു പണിയില്ല. അതൊരു കഴുത്തിനൊക്കെ എടുത്തിട്ട് 11:30 ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിട്ടേ ഞാൻ അങ്ങനെ പോയി കണ്ട് രക്തം കൊടുക്കാൻ അവിടെ നിൽക്കാൻ ചോക്ക്. ആ ചെറിയ കുട്ടികളെ ഡീല് സംഭവം നമ്മളെ ഇത് വേറെ അതായത് മാർഗമൊന്നും ലക്ഷ്യം വേറെ എന്തായാലും ഇജാവുമ്പോ എനിക്ക് അത് സംശയം. ഈ ഭാഗം മാത്രം കുട്ടികളൊക്കെ കട്ട് ചെയ്ത് അയച്ചെടുക്കും. ടീച്ചർ സെക്കൻഡ് 25-34. നിങ്ങളെ സ്കൂളിലുള്ള ഏറ്റവും ഇനി എന്താ വലിയ പരിപാടി എന്താ വരാനുള്ളത്? നിങ്ങളെ സ്കൂളിൽ ഇനി എന്താ വലിയ പരിപാടി എന്താ വരാനുള്ളത്? സ്കൂൾ ട്രിപ്പാ? പാലമാട്ടിക്കോ? പാലമാട് എന്താ എക്സ്പോ? പാലമാട് എവിടെ? ആ മറ്റേ അഗ്രികൾച്ചറൽ അന്താരാഷ്ട്രീയ എക്സ്പോ അല്ല, പലതരം മണ്ണ് മണ്ണ് എക്സ്പോ. $50 കൊടുക്കും വേണം. മണ്ണ് കൊണ്ടോണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങള് പറഞ്ഞെ ഇങ്ങള് മണ്ണായിട്ട് പാലമാട് സ്കൂളിൽ പോണം. ഇങ്ങോട്ട് കൊണ്ടുവരണം. അലുവ സോയിലാ? എന്താ അലുവൈൽ സോയിൽ? അലുമിനിയം ഫോയിലോ? തിന്നണ മാത്രം ഓർമ്മയുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും സെറ്റാണ്. നമുക്ക് എന്തെങ്കിലും പ്ലാൻ ആക്കണ്ടേ? നിങ്ങൾ ദിവസം ഫ്രീ ആകുമ്പോ പറയാം. നമുക്ക് ഒരു ഇത് എടുക്കുക, ഒരു വാട്ടർ തീം പാർക്ക് പോവാം.
അതേമാതിരി അർബാനിയ ബുക്ക് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് അടിക്കാം. നമുക്ക് കണ്ണൂർ അടിക്കാം, കണ്ണൂർ എക്സ്പെഡിഷൻ അടിക്കാം. അതായത് നമ്മൾ പറയുന്നില്ല ഡേറ്റ് ഒന്നും, നമ്മൾ പോവാ എന്നിട്ട് എന്ത് ചെയ്യാ, എല്ലാരും കണ്ട് പയ്യമ്പലം ബീച്ച് കൂടെ ഒക്കെ പോവാ. അതായത് ആരോട് പറയരുത്, പറഞ്ഞിട്ട് പോണേ പിന്നെ അർത്ഥമല്ലല്ലോ. അല്ല ഒരു ക്ലൂ ഉണ്ടോ ഇത്ര ഇതിന്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കൊടുക്കില്ല, ഇപ്പത്തെ അവസ്ഥയിൽ ഒന്നും കൊടുക്കില്ല. ഉള്ളിൽ അതായത് 3 മാസത്തിനിടയിൽ നമ്മൾ വരും. 3 മാസം ഡെയിലി വരെ നടക്കൂല എന്തായാലും ആർക്കും. ഏതൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതിന് 3 മാസം പറഞ്ഞു. ബീച്ചിന്റെ അവിടെ ചെക്കന്മാരൊക്കെ രാവിലെ വൈകുന്നേരമൊക്കെ. അപ്പം നമ്മളെന്താ പ്ലാൻ വെച്ചാൽ നമ്മൾ അർബാനിയ ബുക്ക് ചെയ്തിട്ട് അർബാനിയയിൽ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ദിവസം എക്സ്പെഡിഷന് രാവിലെ പോകും. ഫുഡൊക്കെ ഫുൾ അതിൽ വെച്ച് സെറ്റപ്പ് ആക്കി പോവാം. അതായത് പണ്ടത്തെ ഓൾഡ് സ്കൂൾ ട്രിപ്പ്, ചെമ്പും ചോറൊക്കെ ആയി തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിന് നമ്മൾ ഒരു റോഡുമൊക്കെ ഇറങ്ങി ചോറൊക്കെ വളമ്പി. അർബാന തകില്ലേ 25 സീറ്റ് മിനി ബസ് ടൂറിസ്റ്റ് ആക്കാം. ഇല്ല ഉണ്ട്, നിങ്ങളുണ്ടല്ലോ പരിപാടിക്ക്. അപ്പം ആ ഇല്ല, നമ്മൾ വേറെ വലുത് ബുക്ക് ചെയ്യാം. അപ്പം ഇമ്മച്ചിന്റെ നിർബന്ധ പ്രകാരം ഇപ്രാവശ്യം നമുക്ക് ഖത്തറിൽ പരിപാടിയുണ്ട് 31-ാം തീയതി. ഖത്തർ പരിപാടിക്ക് ഇപ്പച്ചി ഇമ്മച്ചിണ്ട് ആഡ് ചെയ്തു. ഇനിയിപ്പോ ഓലെ മാത്രം ഒറ്റക്കാക്കണില്ല എന്ന് കരുതിയിട്ട് ഇപ്പച്ചിനെ ഇമ്മച്ചിനെ ആഡ് ചെയ്തു. ആഫീഫിനെ ഒഴിവാക്കി. 2 days. 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യൂലേ? അപ്പൊ കുക്കിംഗ് ഒക്കെ തീർച്ചയാണ്ടേ ലാബിലുണ്ടാവുണ്ടാവത്തെ ലാബുണ്ട്. രക്തം കൊടുക്കാൻ പോരുത് കേട്ടോ നിങ്ങള്. അല്ല എന്തായാലും കൂടുതൽ ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. രക്തം കൊടുക്കാൻ അതായത് ഇവൽക്കൊക്കെ ഇപ്പൊ കുറച്ചായിട്ട് രക്തം കൊടുക്കലൊക്കെ കൂടിയിരിക്കണ്. അതായത് സാമൂഹ്യ ബോധം ശ്രദ്ധിച്ചോണ്ടി പറ്റിച്ചു പോവും. ബക്കറ്റ് ലിസ്റ്റ് തീർത്തു, ഇനിയില്ല, ഇനി ഒരു രക്തദാനമില്ല. അതൊരു തുണിയുടെ ചൂടുവെള്ളത്തിൽ നല്ല കരിമരമുണ്ടാണ് നനച്ച് തുടച്ചാൽ ഇത് നനച്ച് തുടച്ച അപ്പം ഏതെങ്കിലും ഈ വ്ളോഗ് തന്നെ ഏതെങ്കിലും ഗേൾസ് സ്കൂളുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തം കൊടുക്കുന്ന പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ ഇവരൊക്കെ ഉണ്ട്, ഇവർ 18 ആയിട്ടില്ല, പക്ഷെ കൊടുക്കും. രക്തം കൊടുക്കാൻ റെഡിയാണ്. അതായത് എക്സ്ട്രാ അടിച്ചുകൊണ്ട് 5-6 ലിറ്റർ രക്തം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെക്കന്മാരൊക്കെ എന്ത് രക്തം കൊടുക്കലുണ്ടായാലും അതൊക്കെ കൊടുത്തേ കഴിഞ്ഞ ഒഞ്ഞിണ്ടോ, ഇതിനകത്ത് ലിമിറ്റ് ഇല്ലേ. 18 ആ ഗേൾസ് സ്കൂളത്തെ കൊടുക്കലൊക്കെ കഴിയും. പിന്നെ ലോക്കൽ സാധാരണ സ്കൂളാവും. പിന്നെ ബോയ്സിന്റെ സ്കൂൾ മാത്രം, ഗേൾസ് ഇല്ലാത്ത അവിടേക്ക് വേണ്ടി വരും. അല്ല എനിക്ക് ലൈസൻസ് ആയിട്ടില്ല. എന്നിട്ട് ബുള്ളറ്റും അങ്ങനെ അങ്ങോട്ടും കൊണ്ടും നിങ്ങളെ മേൽപ്പല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഇനി ഹെൽമെറ്റ് ഇടും. പോലീസ് അടിഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ പിന്നാലെ കൂടി പിടിച്ചു. എനിക്ക് എന്താ മാസം ലോക്കായല്ലോ. ഒരു 10 മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ 9 മാസം. ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മെയ് ജൂൺ 4 മാസം. നാളെ സ്കൂളിൽ വേണ്ടേ? ടീച്ചർ ആരാണ്? ഇല്ല അത് പറയണ്ട. കൊമേഴ്സില് കണക്കില്ല. അതന്നെ എനിക്ക് കൂട്ടാൻ വയ്ക്കാതെ. കൊമേഴ്സിൽ കണക്കില്ലേ മുത്തേ? കണക്കില്ല മുത്തേ. പൊളിറ്റിക്സ് ഉള്ള രാഷ്ട്രീയം, അക്കൗണ്ടൻസി അതിന് കണക്കില്ലേ? അതേ ഇതാണ് കുറെ കണക്ക് വരുമല്ലോ അല്ലേ? അല്ല
കൊമേഴ്സിന് ഏത് കൊമേഴ്സിന് മറ്റേ കണക്കില്ലാത്ത കൊമേഴ്സിന് അക്കൗണ്ട് ബിസിനസ് ചെയ്താന് പൊളിറ്റിക്സ് ചെയ്താന് അക്കൗണ്ടൻസി കൂട്ടാൻ ഞാൻ പറയാം അതില് പൊളിറ്റിക്സ് എക്കണോമിക്സോ എക്കണോമിക്സ് ഉണ്ട് ഇങ്ങനെ വരക്കാന് ഓരോ ഇത് എന്താ പിന്നെ പറയാ ഗ്രാഫ് ഓരോ അളവും കാര്യങ്ങളൊക്കെ അയിമ അങ്ങനെ ഓരോ ഇത് എഴുതും ഒരു എന്താ പറയാ എക്സ് ആക്സിസ് വൈ ആക്സിസ് സംഭവം എക്സ് ആക്സിസും വൈ ആക്സിസും അതില് ഇത് കണ്ടുപിടിച്ചാണ് സ്ലോപ്പിന്റെ അന്റെ എക്സ് എത്രയില്ല ഇരവും അതും നമ്മളിത് കമ്മിറ്റിയിലും ഇല്ല ഇങ്ങനെ പറയാ നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഒന്നും കമ്മിറ്റി ഒന്നുമില്ല. ഇങ്ങനെ പറയാണോ ഞാൻ കമ്മിറ്റഡ് അല്ല. വേണ്ട വേണ്ട വിഷയം മാറ്റി നബീല അത് ഒരുമാതിരി സ്വഭാവം കേട്ടോ. ഇവിടെ ഇത്രയും ആള് നമ്മൾ ഈ ചിക്കൻ തിന്നാൻ തന്നെ നിൽക്കുന്നത്. അപ്പം നബീൽ അണ്ണന് ഇതാണ് വ്ളോഗിന്റെ മറവിലാണ് നബീൽ അണ്ണന്റെ കളികൾ മൊത്തം. ഞാൻ പണ്ട് മുതലേ എല്ലാരോടും പറയുന്നുണ്ട്, വ്ളോഗിന്റെ മറവിലെ കളിക്കാരൻ നബീൽ അണ്ണൻ ഹിഡൻ പ്ലെയർ. അപ്പൊ ഞങ്ങളെ ടീമത്തെ ഹിഡൻ പ്ലെയർ ആണ് നബീൽ അണ്ണൻ. ഇപ്പൊ ഇത്രയും ആളുണ്ടായിട്ട് അവിടെ നിന്നൊക്കെ മാറി തന്നെ ചെയ്തു. ഇവിടുന്ന് ബാക്കിയുള്ള ചിക്കൻ കട്ടുന്ന എന്താ തിന്നിട്ട് വെള്ളരിക്കണേ തൊല്ലിയ ഇത് കരിഞ്ഞു ലെവലരിയണ നോക്കേനു. കാണിച്ചു കൊടുക്കും ചിക്കൻ കാണിച്ചു കൊടുക്കും. പക്ഷെ ഓനാണ് മല്ലിച്ചപ്പ് പൊതി ഇതെന്തിനാ? തൈരിനോ? ഇമ്മ എന്തെങ്കിലും കൊണ്ടുവരണി തികയോ? ഉള്ളത് തിന്നുള്ള എനിക്കറിയാം. ഇതിലൊക്കെ ഉള്ളതൊക്കെ തിന്ന ടീമാട്ടോ. യാറാ യാറാ സരസകു യാറാ യാറാ സന്തനവേര. എടാ ട്രിപ്പ് ഓണാക്കല്ലേ അർബാനിയല്? അപ്പൊ എന്തായാലും ഈ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഓണായിട്ട് കാണാം. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് കുടുങ്ങിപ്പോയത്. അപ്പം പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമത്തെ സ്റ്റോറി ഒന്ന് കണ്ടോണ്ടി. ഷോർട്സ് ഇട്ടിട്ടില്ല, ഇടും. ആ ഷോർട്സ് ഇടും. ചിറിച്ച് ചാകള പോലെ ബാസിലൊക്കെ ഉണ്ടല്ലോ കുളിച്ച് മാറ്റി വന്നു. ബാസിലൊക്കെ കുളിച്ച് മാറ്റി ഓ അനാണ് എത്തിന്നൊക്കെ പറയും. ഇത്രയും കാലം അന്നക്കല്ലാത്ത പേരില് ഫുൾ പാർട്ടി ഇതിലാറ് ഞങ്ങട്ടോ കുത്തെ കുളിച്ചിട്ട്. അപ്പം 2-3 മാസം എന്താ വെച്ചാലേ അയൽവക്കാർക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിനി. ഞാനും ഇവിടെ അല്ല, ഒച്ചയും വിളിയൊന്നും ഇല്ല. അവര് സ്ഥലത്തെ വാടിപ്പോയോ കൂള് ടീക്ക് ടീക്ക് ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലായി. നാട്ടിലെത്തി കരയാകെ അറിഞ്ഞു. ഓ രസിക ബാബാ ഇത്രയും സംഭവങ്ങളൊന്നും അറിയാതെ ഒരാൾ അടുക്കളയിൽ എടാ വരി ഫുഡേക്കാം ബാബാ സൗദ് എടാ ഈച്ചോ അഫിയ ഒന്ന് വേടാ. ചോറ് പാറും ചൂടാറും ഗുളിയും കയറിയതാ. കാന്താര മിമിക്കറി വാ. അതാണ് ഞാനോ അല്ല ഋഷിനോ ഒന്ന് അവിടുന്ന് വളമ്പിക്കളി ആയിരിക്കാം. ഇരുന്നു പാത്തിരിക്കും. ആ വളമ്പി കൊടുത്തോളി. ഞാൻ വിളമ്പാം. ആ ഈ വിളമ്പിക്കോ. ഇത് എനിക്കുള്ളതാണല്ലോ. അത് ഞാൻ തവിട് കൊടുത്ത് വാങ്ങിയതോ. ഞാൻ മസാല ആവാത്ത തരണം എന്ന് പറഞ്ഞപ്പോ അതിനെ മെല്ലെ എനിക്കെന്നൊക്കെ മെച്ചി പാവണിന്റെ മെച്ചി അങ്ങനെ നല്ലത് സ്നേഹത്തിലാണ്. ഇരിക്കിട്ടാ കഴിക്കിട്ടാ അസിസ്റ്റന്റ് കഴിക്കിട്ടോ. ആ കോരി എടുത്തോ.
വരിടാ വരി വരി. എങ്ങനെയാ തോന്നുന്നു ഇവിടെ ഗുളികം കയറി കളിയല്ലേ? എങ്ങനെയാടാ ഫുഡ് ഓ നോം അങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരൂ. അറിയോ അറിയോ അങ്ങനെ അറിയോ അല്ല എന്നിട്ട് വേണമെങ്കിൽ ഇലയൊക്കെ ഒന്ന് കാറ്റിൽ പറത്താൻ. പ്ലേറ്റിക്ക് വളമ്പി ആറടിയില് അയ്യോ ഇവിടെ ഒരു 2 ഫാനും ഒരു സ്വിച്ച് ആക്കിയോ? എനിക്ക് ഇപ്പോഴാണ് അടിച്ചത്. ഇതേ ഇങ്ങനെ പറയപ്പോ ചൂടാറോലോ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ടൈമായിട്ടാ. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് ഞാൻ കഴിച്ചില്ലേ? അപ്പം ഇന്ന് പാത്തുവിന്റെ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്യിക്കണ്ടോ? അതിന്റെ പേരെന്താ? വൺസ് നെവർ അഗൈൻ തന്നെ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്യണം. അപ്പോൾ അതിന്റെ പെർഫ്യൂം ലോഞ്ചിന്റെ ഭാഗമായിട്ട് അവള് കുറച്ച് തിരക്കിലുണ്ട്. അപ്പോൾ ചോറ് നാനായപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞാണ്ട് കറക്റ്റ് ടൈമിൽ വന്നിട്ടുണ്ട്. ലെഗ് കയ്യിൽ മനസ്സിലാവുന്നു. കൂടെ ഒരു ചെസ്റ്റിന്റെ പകുതി കൂടി കൂടി ചേർന്നിടാൻ പറ്റുമോ? നല്ല മുത്തേ ലെഗ് ആണോ വെച്ചോ കഴിച്ചോ? ഭക്ഷണമായിട്ടാ നമ്മൾ നെയ്ച്ചോറും ഗ്രിൽ ചിക്കനാണ് ഇന്ന് നമ്മളെ പ്ലാന്. ഇവിടെ ആളിരുന്നോ? അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. മുത്തേ ഒന്ന് കുറച്ച്, അയ്യോ സോറി, കുറച്ച് മുന്നിൽ ഇങ്ങോട്ട് മുന്നിൽ ഞാൻ അതിലെ പോയിക്കൊണ്ട്. ഇപ്പച്ചി എവിടെയാണ്? ടേസ്റ്റോ ഇംഷ ഇപ്പച്ചിരിക്കി പെരയിലെ ആളുകൂടി നോമ്പായി. അല്ല ഇപ്പച്ചി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അരി വേണമെന്ന് പറഞ്ഞപ്പോ ഇത്ര ആളെ കണ്ടില്ലേ നീ? വാലേക്കും സലാം. അപ്പോൾ എന്നാലും ഭക്ഷണം കഴിച്ചിട്ട് ഇനി കാണാം കേട്ടോ. ഭക്ഷണം കഴിച്ച് എല്ലാവരും അഭിപ്രായം എടുക്കുമ്പോൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ എന്താ വെച്ചാൽ വ്ളോഗിലുപരി എനിക്ക് മിസ് ചെയ്തതിന് എന്താ വെച്ചാൽ എല്ലാവരും ബസ്സിലോ എനിക്ക് അതായത് വ്ളോഗ് എടുക്കുക അതിലൊക്കെ ഉപരി അവസാനം തലക്ക് പിരാന്തായി. എങ്ങനെയെങ്കിലും പെരയിലെത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് കൂടിയാൽ കൊണ്ടോട്ടി വന്ന് പറഞ്ഞു ഓപ്ഷൻ ഇല്ല. കാരണം നമ്മളെല്ലാരും നമ്മൾ കൂടുന്ന മൊമെന്റ്സ് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കാരണം കിട്ടണില്ല. അതോ ഇതിന്റെയൊക്കെ തലവ ഞാനാണ്. അതായത് ഞാനാണ് ഈ കൂട്ടിക്കെട്ടൽ ഉണ്ടാക്കുക, പരിപാടി ഉണ്ടാക്കുക, ഓണാക്കുക. അപ്പൊ ഞാൻ മാറിക്കുമ്പോ എന്താ വെച്ചാൽ എല്ലാവരും ഇതിങ്ങനെ മറക്കണം, ഓരോരുത്തർ ഓരോ വൈക്കാണ്. ഞാൻ വന്ന് വിളിച്ച് രണ്ടാമത് എല്ലാവരും കിട്ടി. ബാക്കിയുള്ള കപ്പിൾസ് ട്രിപ്പിലാണ്. ഷാനു, ഡ്രഡ്, അച്ചു, ലിയൊക്കെ എന്ന ട്രിപ്പിലാണ്. പിന്നെ കപ്പിൾസ് ഒന്നും അല്ലാത്ത ആൾക്കാരുണ്ട്, ഓലും ട്രിപ്പിലാണ്. എന്തിനോ വേണ്ടി തിളക്കുന്ന ട്രിപ്പുകളുണ്ട്. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് ഉള്ളവരൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സ്ഥലമാണ് എൻ്റെ വീട്. അത് ഞാൻ എങ്ങനെ പറയും എന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. കാരണം എനിക്ക് അത്രയും ഇഷ്ടമുള്ള വന്ന് സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വന്ന് നിൽക്കണം. അതായത് ഉണ്ടല്ലോ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിൽക്കണ വില. ഞാൻ അതുകൊണ്ടാണ് പ്രവാസികളെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്. കാരണം വീട് വിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ട്രോമ ചെറുതല്ല. ട്രോമ പറഞ്ഞല്ലേ നമ്മൾ വേറെ എവിടെ കിടന്നാലും ഇനിയിപ്പോൾ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ പോയി കിടന്നുറങ്ങി
ഒരു സുഖം കിട്ടില്ല മനസ്സിലാക്കി. അത് നമ്മളെ വരെയൊക്കെ എത്തുന്ന സുഖം എന്തിനും കിട്ടണില്ല. അങ്ങനെ ആവുകയാണ് ലൈഫ്. അപ്പം നമുക്ക് എന്ത് പണി കഴിയുമ്പോൾ നമ്മളെ ലക്ഷ്യം എന്തായി മാറും? നമ്മളെ വീട്ടിലെത്തണം എന്നുള്ളത് മാറും. സോ ഇന്ന് അൽഹംദുലില്ലാ ഞാൻ വീട്ടിലെത്താൻ പറ്റി. നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇന്നെല്ലാവരും ഓണായി. അടുക്കളയിലാകെ അലമ്പാകല്ലോ. ഈ അടുക്കള കുറേ ഫുള്ള് ക്ലീൻ ആയിനി. ആരും ഇല്ലല്ലോ, കേടെടുത്ത് ആരും ഇല്ലല്ലോ. ഒറ്റ ദിവസം ഫുള്ള് അലമ്പാക്കി കൊടുത്തു. അതായത് ഉമ്മച്ചിക്കും അതാ വേണ്ടത്. കുറച്ച് അലമ്പായാലും ഇവിടെ ഒന്ന് ഓണാവുള്ളത്. സോ ഓണാക്കാൻ പോവേ എന്താ ഓനാക്കാന്. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായി? അടിപൊളി. എൻജോയ് ചെയ്യാൻ പറ്റുന്നു. എൻജോയോ? എൻജോയ്. പാട്ടിന്റെ അഭിപ്രായം പറയാൻ പറയാം ആൾക്കാരോട്. അഭിപ്രായം പറയണേ, കമന്റ് ചെയ്യാൻ പറയണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ, സപ്പോർട്ട് ചെയ്യാൻ പറയണേ, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചോളൂ എല്ലാവരും. എങ്ങട്ടാ ഡോഗോ? ഇപ്പച്ചി ഇപ്പം ഡോഗിനെ ട്രെയിൻ ചെയ്ത് കാരണം വാപ്പാക്ക് താവച്ചുള്ളതാണല്ലോ. സിറ്റ് അവിടെ ഇരിക്കും. സ്റ്റേ അറിഞ്ഞിട്ട് ഇപ്പച്ചി അവിടെ പോയാണ്ട് അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുണ്ടാവും. ഒബീഡിയൻസ് അതാണ് ഇപ്പച്ചിക്ക് ചെറിയ പ്രായത്തിൽ കിട്ടി. പിന്നെ ഇപ്പച്ചിക്ക് ചെറിയ നാക്കുണ്ട്. പിന്നെ താവച്ചുള്ളവരാണ്. കുതിരയും പോത്തും പശുവും സകലമാന ജന്തുക്കളുണ്ട്. നാക്കുണ്ട്. ജന്തുക്കളായിട്ടാണ് അങ്ങനെ നാക്കുണ്ട്. മുന്നിൽ പ്രകാശം എന്തായാലും വേണ്ടേ? പിന്നെ കുറച്ച് ഇരുട്ടാണ്. ആ കാട്ടുകൂടെ പോകണം. അപ്പോൾ എന്തായാലും വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ഇനിയും ഈ മാസം എനിക്ക് ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്ത് കിട്ടണ ഗ്യാപ്പ് മറ്റേതാ അത് വരും. അത് ഇൻഷാല്ലാ നമുക്ക് അവനെ വിളിക്കാം ഇൻഷാല്ലാ. നമ്മളെ പരിപാടി വരാണ്ട് ഞാൻ ഒന്നും ഞാൻ പറയണില്ല വാസിലേ. എനിക്ക് ചിലത് പറയാനുണ്ട്, പറയണില്ല. അതായത് നമ്മളെല്ലാം കാണുന്നുണ്ട്, നമ്മളെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ഒരക്ഷരം ഉണ്ടാൻ ഇവിടെ അല്ല. പക്ഷെങ്കിൽ ആവനാഴിയിൽ ഒരുങ്ങുന്ന അസ്ത്രങ്ങൾ അത് ചെറുതല്ല. അത് നിങ്ങള് ഈ നിക്കണ മാതിരി കൂടെ ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ഒരു പ്രശ്നമല്ല. ഒരുക്കാനുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇൻഷാല്ലാ. ആവനായിൽ ഞാൻ എടുക്കുന്ന പണി ചെറുതല്ല എൻ്റെ ഫീൽഡിൽ. അപ്പം ഇനി വരാനുള്ള എല്ലാം അറിയുന്നു, മിണ്ടാണ്ടിരിക്കുന്നു. നമ്മുടെ പണി നമ്മൾ മിനുക്കി എടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്കതാ പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മളെ ചാനൽ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സോ ഇൻസ്റ്റാഗ്രാമും 3 മില്യൺ ഫോളോവേഴ്സിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, നമ്മളെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വ്ളോഗിൽ കാണാം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ വരും. ഹനാൻസ് ആക്ഷൻ കാണിക്കുന്നു ഓവറായിട്ട്. ഹനാൻസ് ഇങ്ങനെ കാണിച്ചു. ഹനാൻസ് നടന്നു. ഹനാൻസ് വണ്ടിന്റെ ആൽബം പിടിച്ചു. ഹനാൻസ് ടയറിൽ തൊട്ടു. സോ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മൾ വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഒരുപാട് ഫാമിലീസ് ഞാൻ പുറത്ത് പോകുമ്പോഴൊക്കെ എന്നോട് പറയും, പൊന്നാര കുട്ടിയച്ചാ അതൊന്ന് ഇട്, വീഡിയോ ഒന്ന് ഇട്. ഇമ്മമാര് പൊന്നാര ചങ്ങായി വ്ളോഗായിട്ട് നമ്മളെ പിടിക്കണേ. ഒരു ഷോർട്സ് ഇട്ട് അതിന്റെ അടിയിൽ കമന്റ് അനുവിന്റെ വ്ളോഗാണ്. ഒരു ഫോണിക്ക് കുറെ മെസ്സേജുകൾ എല്ലാരും അത് കാണാൻ വേണ്ടി കാത്തിരിക്കാണ്. അപ്പൊ എന്തായാലും വാച്ചിങ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം, കൂടുതൽ സൂപ്പർ വ്ളോഗിൽ കാണാം. നമ്മുടെ പേഴ്സണൽ ഒരു വ്ളോഗ് പിടിക്കണം. ഫുള്ള് ഓണാവല സാധനങ്ങൾ വരുന്നുണ്ട്. അതാ പറഞ്ഞത്, ഫുൾ പാക്കേജുകളാണ് വരാൻ പോണത്. നിങ്ങൾ ഈ വെയിറ്റ് ചെയ്തില്ല മുതൽ ഉണ്ടാവും. അതായത് 2 മാസം വ്ളോഗ് വരാതെന്നതിന് കാരണങ്ങളുണ്ട്. ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ വീട്ടിലില്ലാത്ത എല്ലാ ദിവസവും ഞാൻ പരിപാടിക്കല്ല പോണത്. ഞാൻ എൻ്റെ വർക്കുകൾക്കും പോകുന്നുണ്ട്. അപ്പോൾ അതാണ് വരാൻ പോണ വർക്ക്സ്. അപ്പോൾ അത് ഇൻഷാല്ലാ എല്ലാം നിങ്ങൾ കാണും, നിങ്ങൾ അറിയും ഇൻഷാല്ലാ. നമ്മൾ വരാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളാണ് അറിയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് ഗൈസ്. നിങ്ങളെല്ലാവരും ഇത്രയും ദിവസം വ്ളോഗ് കാണാണ്ട് വെയിറ്റ് ചെയ്തിരുന്നവരാണ്. നമ്മളെ അത്രയും പേഷ്യൻസോടെ ലവ് ചെയ്യണമല്ലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.